ഹലോ ഗൈസ്, വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞങ്ങൾ എൻ്റെ മമ്മിയുടെ ബ്രദറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവർ നേരത്തെ ഛത്തീസ്ഗഡിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ എറണാകുളത്ത് സെറ്റിൽഡായി. സോ അവരെ കാണാനാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. നമ്മളാണെങ്കിൽ നാട്ടിലേക്ക് പോകുമ്പോൾ കുറേ പ്ലാൻസ് ആയിട്ടാണല്ലോ പോകുന്നത്. റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ പോകണം, കസിൻസിനെയൊക്കെ ഒന്ന് കാണണം, അവരുമായിട്ട് പണ്ട് എൻജോയ് ചെയ്ത പോലെ തന്നെ എൻജോയ് ഒക്കെ ചെയ്യണം. ഇതൊക്കെ തന്നെയാണല്ലോ മൂമെൻറ്റ് ഓഫ് ഹാപ്പിനെസ്. ഞങ്ങൾ നാട്ടിലേക്ക് വരുമ്പം ഞങ്ങൾ കഴിയുന്നതും എല്ലാ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഞങ്ങൾ നോക്കും. ഇച്ചൂട്ടിനും എബിക്കുട്ടിനും ഇപ്പോഴാണല്ലോ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും പറ്റും, എന്നാലേ അല്ലേ പരിചയമൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഫൈനലി ഞങ്ങൾ അങ്കിളുടെ വീട്ടിലേക്ക് എത്തി. ഗൂഗിൾ മാപ്പ് ഞങ്ങളെ കുറേ ചുറ്റിച്ചു ഈ ലൊക്കേഷനിലേക്ക് എത്താൻ. അതിൻ്റെ കൂടെ ഭയങ്കര ട്രാഫിക്കും ആയിരുന്നു എറണാകുളത്ത്. ഓടിച്ചിട്ടും എത്തുന്നുമില്ലായിരുന്നു. കുറേ ആയി ഞങ്ങൾ അങ്കിളിനെയും ആൻറ്റീനെയും അമ്മച്ചീനെയും ഒക്കെ കണ്ടിട്ട്. ക്രിസ്റ്റീനെയൊക്കെ കാണണം, അവനാകെ തടി വെച്ചിട്ട് ആകെ ചേഞ്ച് ആയിരിക്കുകയാണ്. എത്ര പെട്ടെന്ന് ഓരോരുത്തർക്കൊക്കെ ചേഞ്ചസ് ഒക്കെ വരുന്നത്. ഞങ്ങളുടെ മോളെ കെട്ടിച്ചിരിക്കുന്ന ഇവിടെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവളും ഹസ്ബൻഡും കുഞ്ഞും കൂടിയാണെങ്കിൽ ഞങ്ങളെ കാണാൻ വന്നു. ഇവിടെയാണെങ്കിൽ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. എബിക്കുട്ടനെ ആദ്യം വന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു, അതിൻ്റെ അടുത്തേക്ക് പോലും പോകുന്നില്ലായിരുന്നു. പക്ഷെ പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോകുന്ന വരെ അതിൻ്റെ കൂടെയായിരുന്നു കളി. അവന് അതിന് ഫുഡ് കൊടുക്കുക, അതിൻ്റെ കൂടെ കിടക്കുക, ഫുൾ ടൈം അതിൻ്റെ കൂടെയായിരുന്നു കളി. ഐറ ബേബി പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നേ ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇച്ചായനാണെങ്കിൽ ഐറ ബേബീനെ എടുത്തിട്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇച്ചായൻ്റെ അടുത്തേക്ക് പോകുന്നോ? എൻ്റെ അടുത്തേക്ക് വരുന്നേ ഇല്ല എന്ന് പറഞ്ഞപ്പം, എവിടെയടി, എൻ്റെ അടുത്തേക്കൊന്നും വരുന്നില്ല, ഞാൻ വലിച്ചു പിടിച്ചെടുത്തതാന്ന് പറഞ്ഞു. എന്തായാലും എല്ലാ വലിയവരും കുട്ടികളും എല്ലാം കൂടിയപ്പോഴത്തേക്ക് അവിടെ ഒരു ഭയങ്കര എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു. അങ്ങനെ ആൻറ്റി ഞങ്ങൾക്കാണെങ്കിൽ അടിപൊളി ലഞ്ചൊക്കെ റെഡിയാക്കി തന്നു. ഞാൻ എപ്പോഴൊക്കെ ആൻറ്റിയെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആൻറ്റിയോട് പറയും, ആൻറ്റിയുടെ ആലു പൊറോട്ട ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആൻറ്റി സൂപ്പറായിട്ടാണ് ആലു പൊറോട്ട ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്കിളുടെ കാർ വാഷ് സ്റ്റേഷനിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ കൃപയുടെയും മെൽദോൻ്റെ വീട്ടിലേക്കൊക്കെ പോയി. ഞങ്ങൾ അവിടെ ചെന്നപ്പം ഞങ്ങൾക്കൊരു സ്പെഷ്യൽ സ്നാക്ക് അവൾ തന്നു. ആ സ്നാക്കിൻ്റെ പേരാണ് തമൂക്ക്. വെറൈറ്റി പേരല്ലേ? ഇങ്ങനൊരു സ്നാക്കിൻ്റെ പേര് ഞാൻ ഇതുവരെയും കേട്ടിട്ടുമില്ല, ട്രൈ ചെയ്തിട്ടുമില്ല. ഇത് ആക്ച്വലി അരിപ്പൊടി വറുത്ത് പൊടിച്ചതും പഴവും തേങ്ങയും എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന ഒരു സ്നാക്കാണിത്. ഇത് പിന്നെ പള്ളിയിലെ നേർച്ചയും കൂടിയാണ്. എന്തായാലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ എൽദോൻ്റെ സിസ്റ്റർ ആണെങ്കിൽ ഐസ് ക്യൂബ്സ് ആണെങ്കിൽ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെഷീൻസ് ഒക്കെ ആണെങ്കിൽ അവൻ ഞങ്ങളെ കാണിച്ചു തരുമായിരുന്നു. ഇതെല്ലാം വീട്ടിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവർക്കും ബായൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ചായ കുടിക്കാനും ചിക്കൻ ഫ്രൈഡ് റോള് കഴിക്കാൻ ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.